ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ സീസണിൽ ഗംഭീര പ്രകടനമാണ് മോഹൻ ബഗാൻ പുറത്തെടുത്തിട്ടുള്ളത്. ISL ഷീൽഡും കപ്പും അവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്ത സീസണിൽ ഇതിനേക്കാൾ മികച്ച പ്രകടനം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഏഷ്യൻ ലെവലിൽ കോമ്പറ്റ് ചെയ്യണം എന്നതാണ് മോഹൻ ബഗാന്റെ ലക്ഷ്യം. ഏതായാലും അവരുമായി ബന്ധപ്പെട്ട ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല എന്ന് അവരുടെ പരിശീലകനായ ഹൊസെ മൊളീന ഇപ്പോൾ മോഹൻ ബഗാൻ മാനേജ്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിനെ മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മെഹ്താബ് സിംഗിന് വേണ്ടിയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മെഹ്താബ് സിംഗ് മുംബൈ സിറ്റിയുടെ താരമാണ്. ഇനി രണ്ടാമത്തേത്, ദിമി പെട്രറ്റോസിനെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട്. ഒഡീഷയ്ക്ക് താല്പര്യമുണ്ട്, ഇന്റർ കാശിക്ക് താല്പര്യമുണ്ട്. എന്നാൽ ദിമിയെ കൈവിടേണ്ടതില്ല എന്ന ഒരു തീരുമാനം മോഹൻ ബഗാൻ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ആജുകൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേത്, അമൻദീപ് സിംഗ്, സൗരവ് ബൻവാല എന്നീ ഭാവി വാഗ്ദാനങ്ങളെ ക്ലബിനകത്ത് തന്നെ നിലനിർത്താൻ ഹൊസെ മൊളീന ക്ലബിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മറ്റൊരു സൂപ്പർ താരമായ ഗ്ലാൻ മാർട്ടിൻസ് ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. ക്ലബിനകത്ത് വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് മാർട്ടിൻസ് ക്ലബ്ബ് വിടാൻ ആലോചിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് ഗോൾ കീപ്പർ ധീരജ് സിംഗുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം മോഹൻ ബഗാൻ വിടാനുള്ള ഒരുക്കത്തിലാണ്. അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് ധീരജ് സിംഗ് ക്ലബ്ബ് വിടാൻ ആലോചിക്കുന്നത്. ഇത്രയും വിവരങ്ങളാണ് മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ദുർബലമായ ചില പൊസിഷനുകൾ ശക്തിപ്പെടുത്താൻ മോഹൻ ബഗാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.